വേടനെതിരെ ഒരു ബലാത്സംഗ കേസാണ് വന്നിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ഇവിടൊക്കെ പീഡിപ്പിച്ചെന്നാണ് പരാതി. പരാതിയിൽ ഇപ്പോൾ കേസെടുത്തുവെന്നാണ് വിവരം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം. അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ മന്ദിരവുമാണ് ഏക ആശ്വാസം. അത് വേറൊരു ആശ്വാസം. എനിക്ക് സാറിനെ വളരെ ഇഷ്ടപ്പെട്ടു. സ്വന്തം അച്ഛനോടൊക്കെ തോന്നുന്ന ഒരു തരം സ്നേഹം. സാറിനെ കാണാൻ വേണ്ടി എന്റെ മനസ്സ് എപ്പോഴും വെമ്പൽ കൊള്ളുന്നു. ഞാൻ എപ്പോഴും ഈ വീട്ടിൽ വന്നോട്ടെ. പിന്നെന്താ, മക്കളില്ലാത്ത എനിക്ക് ഇതും ഒരു ആശ്വാസമായിരിക്കും. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നു. യുവ ഡോക്ടറായ യുവതി നൽകിയ പരാതിയിലാണ് കേസ്. 2023 തന്നെ വിവാഹ വാഗ്ദാനം നൽകി കൊച്ചിയിലും കോഴിക്കോടും എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് അവരുടെ പരാതി. സത്യം പറയടാ, നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒഴിവാക്കിയെന്ന പരാതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യുവതിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് റാപ്പർ വേടനെതിരെ ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇതെന്തൊരു നമ്പറാ? നാട്ടിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിൽ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പുലിപ്പല്ല് കെട്ടിയ മാല ഉപയോഗിച്ചു എന്ന് പറഞ്ഞ വനംവകുപ്പ് വേടനെ കസ്റ്റഡിയിലെടുക്കുകയും 1 ദിവസത്തോളം അറസ്റ്റ് ചെയ്ത ശേഷം 1 ദിവസത്തോളം കസ്റ്റഡിയിൽ വെക്കുകയൊക്കെ ചെയ്തത്. അതിന്റെ എല്ലാം ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വേടൻ വീണ്ടും സംഗീത വിഷയങ്ങളുമായി സജീവമാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വലിയൊരു പിന്തുണ വേടനെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ